എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ മാപ്രകൾ, കേരളത്തിലെ മീഡിയകൾ ഈ വാർത്ത പാടെ തിരസ്കരിച്ചിരുന്നു. ആദ്യം കാര്യം എന്താണെന്ന് പരിശോധിക്കാം. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏകദേശം 250 കോടിയോളം രൂപ വരുന്ന സ്വത്ത് വകകൾ ED കണ്ടുകെട്ടിയിരിക്കുകയാണ്. ഈ വാർത്ത നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവോ? ഇത് സംഭവിച്ചിട്ട് 1-2 മാസമായി. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതായത് ദേശീയ മാധ്യമങ്ങളൊക്കെ അത് 50 കോടിയുടെ പ്രോപ്പർട്ടീസ് ഗവൺമെൻറ് അറ്റാച്ച് ചെയ്തു എന്നുള്ള വാർത്ത കണ്ടിരുന്നു. പക്ഷേ അതിനുശേഷവും അത് 2 മാസം മുന്നേ ആയിരുന്നു. അതിനുശേഷം ED നടപടി തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇപ്പോൾ അവസാനം വരുന്ന ഫിഗർ പ്രകാരം ഏകദേശം 250 കോടിയോളം ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് ED അറ്റാച്ച് ചെയ്തു, ഗവൺമെൻറ്റിലേക്ക് കണ്ടുകെട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അതായത് NIA രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയാണ് ED ഇവന്മാരുടെ പ്രോപ്പർട്ടീസ്, ഇന്ത്യ മൊത്തമുള്ള പ്രോപ്പർട്ടീസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അത് കേരളത്തിലടക്കം അവന്മാരുടെ പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നും അതായത് പ്രിൻറ്റ് മീഡിയോ, വിഷ്വൽ മീഡിയോ, പ്രിൻറ്റ് മീഡിയോ ഒന്നിലും ഒരു വരി വാർത്ത പോലും കണ്ടിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാരണം ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ വിദേശത്ത് നിന്നും സ്വദേശത്ത് നിന്നും തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് പിരിക്കുക, അങ്ങനെയില്ല എന്താ പറയേണ്ടത്, വേറെ പ്രോക്സി അക്കൗണ്ട് ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉപയോഗിച്ചാണ് അവർ ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് സ്വരൂപിച്ചത്. നമുക്കറിയാം, കുറച്ച് ദിവസം മുന്നേ, ഏകദേശം 1.5 മാസം മുന്നേ ഡൽഹി എയർപോർട്ടിൽ വെച്ച് ഒരു ബിഹാറി സുഡാപ്പിൻ്റെ മുഹമ്മദ് ആലം എന്ന് പറയുന്ന ബിഹാറി സുഡാപ്പിയെ NIA അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ സുഡാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി പൈസ കളക്ട് ചെയ്ത പൈസ സ്വരൂപിക്കുന്നതിൻ്റെ ഒരു കണ്ണിയായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ED ഒരു വാർത്ത പുറത്തു വിട്ടിരുന്നു. ഏകദേശം 16,000 അക്കൗണ്ടുകൾ, പ്രോക്സി അക്കൗണ്ടുകൾ ഉപയോഗിച്ച് വിദേശത്ത് നിന്ന്, പ്രത്യേകിച്ച് അറബ് കൺട്രിയിൽ നിന്നൊക്കെ പൈസ ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു. അതായത് എന്തിനാണെന്നറിയാം, ഇവിടുത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും സമരം വരുമ്പോൾ ഡൽഹി പോലെ, അതായത് CA/NRC സമരത്തൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അത്തരം സമരങ്ങൾ വരുമ്പോൾ ഇവിടെ ഡൽഹി സ്തംഭിപ്പിക്കാനും ഇവിടെ കലാപങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയായിരുന്നു 16,000 പ്രോക്സി അക്കൗണ്ടുകൾ ഉപയോഗിച്ച് വിദേശത്ത് നിന്ന് ഒരുപാട് ഫണ്ടുകൾ സ്വരൂപിച്ചിരുന്നു. അപ്പോൾ അതിൽ 10,000 അക്കൗണ്ടും മലയാളികളായിരുന്നു എന്നാണ് വളരെ ഗുരുതരമായൊരു കാര്യം. അതായത് ഈ 16,000 അക്കൗണ്ടുകൾ, ഈ പ്രോക്സി അക്കൗണ്ടുകൾ 10,000 പേരും മലയാളികളാണ്. അപ്പോൾ ഇവർക്കിനി ഒരു കാലത്തും ഇന്ത്യയിൽ ഒരു എയർപോർട്ടിലും കാല് കുത്താൻ പറ്റില്ല. എപ്പോഴും കാല് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും അപ്പോൾ ഈ NIA പൊക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇവന്മാർക്ക് ആദ്യം ഈ സംഭവം പിടികിട്ടിയില്ല കേട്ടോ. അതായത് ഇന്ത്യയിൽ ഏത് എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവന്മാരെ പൊക്കുന്നില്ല കാര്യം ഇവന്മാർക്ക് ആദ്യം പിടികിട്ടിയില്ല. ഇവന്മാർക്ക് പിടികിട്ടിയപ്പോഴാണെന്നറിയോ, മുഹമ്മദ് ആലം എന്ന് പറയുന്ന സുഡാപ്പി, ബിഹാറി സുഡാപ്പി ഡൽഹിയിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഇവൻ എന്താ ധരിച്ച് വെച്ചിരിക്കുന്നത്, അതായത് വിദേശത്ത് പോയി കുറേ ഫണ്ട് സ്വീകരിച്ച് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ഫണ്ട് ചെയ്യാൻ വേണ്ടി അവൻ വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചു. അപ്പോൾ ഇതൊന്നും ഇവിടെ ആരും അറിയില്ല എന്ന് വിചാരിച്ചോ? ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ അറിയില്ല എന്ന് വിചാരിച്ചോ? നിങ്ങൾ എവിടെ പോകുമ്പോൾ നിങ്ങളുടെ പുറകെയുണ്ട്, ഒരു ചാരക്കണ്ണ് നിങ്ങളുടെ പുറകെ തന്നെയുണ്ട്. നിങ്ങളുടെ എന്താ പറയുക, പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരെ തൂക്കിയതറിയില്ല കേരളത്തിലെ. അതായത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി പോലും അറിഞ്ഞില്ല അവന്മാരെ തൂക്കിക്കൊണ്ടുപോയത്. അപ്പോൾ അത്രത്തോളം കോൺഫിഡൻഷ്യലായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ, പ്രത്യേകിച്ച് സുഡാപ്പികളെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് വിദേശത്തല്ല, ഏത് മാളത്തിൽ പോയി ഒളിച്ചു കഴിഞ്ഞ് നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാലും എന്ത് ഡീൽ നടത്തി കഴിഞ്ഞാലും പൊക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ബിഹാറി സുഡാപ്പി മുഹമ്മദ് ആലം വിചാരിച്ചത് ഗൾഫിൽ പോയി ഇതൊക്കെ കളക്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്ടിവിറ്റീസിലൊക്കെ മുഴുകി ഇവിടെ സുഖമായി തിരിച്ചു വരാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ ഗൾഫ് കൺട്രി ഇവന്മാരൊക്കെ എന്താ പറയുക, അവിടെ സുഡാപ്പികളാണ് ഭരിക്കുന്നത്. ഇവന്മാർക്ക് വേണ്ടി എന്തും ചെയ്യും, സുരക്ഷിത താവളമാണ് എന്നുള്ളൊരു ബോധ്യം ഇവന്മാർക്കുണ്ട്. പക്ഷെ അത് തെറ്റാണ്. അവിടെയും ഇന്ത്യൻ ഗവൺമെൻറ് ചാരന്മാരുണ്ട്, ചാരക്കണ്ണുകളുണ്ട്. സദാസമയം നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സുഡാപ്പി ഇത്തരം ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി വിദേശത്ത് ചെല്ലുകയും അവിടെ ഇത്തരം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നു. ഇവനൊരു കോർഡിനേറ്ററാണ്. ഇവൻ ഈ പ്രോക്സി അക്കൗണ്ടുകൾ ഉപയോഗിച്ച് 16,000 പ്രോക്സി അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് പണം ഒഴുക്കുന്നതിൻ്റെ ഒരു കോർഡിനേറ്റർ ആയിരുന്നു. അപ്പോൾ ഈ ബിഹാറി സുഡാപ്പി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് കേരള സുഡാപ്പികളായിട്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വിവരങ്ങൾ NIAയുടെയും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പക്കലെത്തിയിട്ടുണ്ട്. ഇവന്മാരുടെ മൊത്തം ഡീറ്റെയിൽസ് ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ 10,000 മലയാളികൾ ഇനി ഇന്ത്യയിലോട്ട് വരാൻ പറ്റില്ല. ഇന്ത്യയിലോട്ട് വന്നിറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൊക്കിക്കൊണ്ടു പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള പല ആക്ടിവിറ്റീസിലൂടെയും, അതായത് ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം നടത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ പണം സ്വരൂപിച്ചതിൻ്റെ പേരിലാണ് ഇവന്മാരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. ഏകദേശം 250 കോടി രൂപക്കടുത്ത് വരുന്ന പ്രോപ്പർട്ടീസാണ് മൊത്തം ഗവൺമെൻറ്റിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്.
അതായത് കേരളം അടക്കം അതിൽ പെടുന്നുണ്ട്. കേരളത്തിൽ എവിടെയാണെന്നുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അത്തരം വിവരങ്ങൾ ചിലപ്പം അന്വേഷണ ഏജൻസികൾ പുറത്ത് വിടില്ലായിരിക്കും. അതായത് ഈ ഒരു ബാൻഡ് ഔട്ട്ഫിറ്റ് ആണല്ലോ, ഒരു ബാൻഡ് ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് ആണല്ലോ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത്. അവന്മാരൊരു തീവ്രവാദ സംഘടനയാണ്, അത് രാജ്യത്തിനെതിരെ പോരാടുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും സെക്യൂരിറ്റി പരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടാതെ. അതായത് ഏത് പ്രോപ്പർട്ടീസാണ്, എന്താണ് ഇവന്മാരുടെ, എന്തൊക്കെ ഐറ്റംസാണ് ഗവൺമെൻറ്റിലോട്ട് കണ്ടു കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ പുറത്തുവിടാത്തത് മനഃപൂർവ്വമായിരിക്കാം. അതായത് ഇത് ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് ആണല്ലോ, അവന്മാർ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ, അങ്ങനെയുള്ള സെക്യൂരിറ്റി സംബന്ധമായ കാര്യങ്ങൾ മുൻനിർത്തിയായിരിക്കാം ഇത്തരം വിവരങ്ങൾ പുറത്തു വിടാതെ. എന്തിനാലും ചില ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില അഭിഭാഷകർ, അതായത് അവന്മാർ RTI ഫയൽ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം വിവരം ലഭിക്കാൻ വേണ്ടി RTI ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം എനിക്ക് അറിയില്ല, എത്രത്തോളം ഈ വിവരങ്ങൾ സർക്കാർ പുറത്തു വിടുന്നില്ല കാര്യം. അതായത് ഇതിന് ചിലപ്പോൾ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം വിവരങ്ങൾ പുറത്തു വിടാൻ പറ്റില്ലായിരിക്കാം. അതായത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് RTI ഫയൽ ചെയ്താലും ചിലപ്പോൾ ഗവൺമെൻറ് അത് കൊടുക്കാൻ തയ്യാറാകില്ലായിരിക്കാം. അതിൻ്റെ വിശദമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരും. എന്തിനാലും ഇന്ത്യയിൽ ഇപ്പോൾ ഒരു അന്തരീക്ഷം ഉടലെടുത്തിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു രാഷ്ട്രീയ രൂപമായ STPA, അതായത് കുറേ പ്രോപ്പർട്ടീസ് അവരുടെ പേരിലും ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 600-700 കോടിയോളം രൂപയുടെ ആ പ്രോപ്പർട്ടി സ്വത്തുവകൾ ഓൾറെഡി ഇപ്പോൾ STPയുടെ പക്കലുണ്ട്. അപ്പോൾ ഇനി എന്താ പറയുക, അടുത്ത നീക്കം, അമിത്ഷായുടെ അടുത്ത നീക്കം ചിലപ്പോൾ ഈ ടെററിസ്റ്റ് ഔട്ട്ഫിറ്റിനെ എന്താ പറയേണ്ടത്, ഈ പാർട്ടി പൊളിറ്റിക്കൽ രൂപമായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പൊളിറ്റിക്കൽ രൂപമായ STPയെ ബാൻ ചെയ്യുക എന്നതിൻ്റെ മുഴുകിയിരിക്കുകയാണ് അമിത്ഷാ. ഉടൻ തന്നെ അത് പ്രതീക്ഷിക്കാം. ഏകദേശം 1-2 മാസത്തിനുള്ളിൽ തന്നെ അത് സംഭവിക്കുമെന്നാണ് ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് വരുന്ന ചില വൃത്തങ്ങൾ പറയുന്നത്. അതായത് പലർക്കും സംശയമുണ്ടായിരുന്നു, അതായത് ഒരു സംഘടന നിരോധിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ ആശയം ഇല്ലാതാവോ എന്നുള്ളൊരു സംശയം. ശരിയാണ്, പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതുകൊണ്ട് അവരുടെ ആശയം ഇല്ലാതാവുന്നില്ല. അവന്മാരുടെ രാഷ്ട്രീയ രൂപം STP ഇവിടെ തന്നെയുണ്ട്. അവിടുത്തെ ഫുൾ തീവ്രവാദികളൊക്കെ ഇതിൽ പ്രവർത്തിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, അതായത് തൃത്താല ഒരു പള്ളി ഉറൂസുമായി ബന്ധപ്പെട്ട് ഹമാസ് തീവ്രവാദികളെ ആനപ്പുറത്ത് തിടമ്പേറ്റി. പിന്നെ അതുമാത്രമല്ല ഈ വഖഫ് ബില്ലിനെതിരെ കൊല്ലത്ത് ഭയങ്കരമായ ഒരു ശക്തി പ്രകടനം അവർ കാഴ്ചവെച്ചു. അപ്പോൾ അതിലൊരു കൊച്ചുകുട്ടിയെ കൊണ്ട് എന്തൊക്കെ വേണ്ടാത്ത മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചിരുന്നു. നമുക്കറിയാം ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് കാരണത്തിലേക്ക് നീങ്ങിയ മെയിൻ ഒരു സംഭവം ഉണ്ടായിരുന്നു. അരിമലരും വാങ്ങിച്ചു വെച്ചോ, കുന്തിരിക്കം വാങ്ങിച്ചു വെച്ചോ, വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാർ എന്ന് വിളിപ്പിച്ചില്ലേ, ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട്, ഒരു കൊച്ചു സുഡാപ്പിയെ കൊണ്ട് വിളിപ്പിച്ചില്ലേ. അപ്പോൾ അതേമാതിരിയാണ് ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്നത്. അപ്പോൾ എന്താ പറയുക, ഈ ഇവരെ നിരോധിക്കാൻ തക്ക രീതിയിലുള്ള പല ഡീറ്റെയിൽസും, വ്യക്തമായ ഡീറ്റെയിൽസ്, സോളിഡ് പ്രൂഫ് ഇപ്പോൾ അമിത്ഷായുടെ പക്കലുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഈ STPയെ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായ STPയെ നിരോധിക്കാനുള്ള സാധ്യത ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അതിനുള്ള രേഖകൾ, അതിനുള്ള സോളിഡ് പ്രൂഫ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഈ ഡൽഹി എയർപോർട്ടിൽ വെച്ച് എന്നെ പിടികൂടിയ ബീഹാർ സുഡാപ്പി ഉണ്ടല്ലോ, അവൻ കേരളത്തിലെ STPയുമായി ബന്ധപ്പെട്ട, അതായത് അവൻ ഡീൽ ചെയ്തിരുന്ന കേരളത്തിലെ സുഡാപ്പികളായിട്ടായിരുന്നു. അവന്മാരുടെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം പിൻകോഡ് സഹിതം ഈ സുഡാപ്പി എന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ 10,000 മലയാളികളെ അക്കൗണ്ട് ഉപയോഗിച്ചെന്ന്, പ്രോക്സി അക്കൗണ്ട് ഉപയോഗിച്ചിരുന്നില്ലേ, ഈ 10,000 പേർക്കും ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടിലും ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് NIA. ഇവന്മാർ ഏത് സമയം ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ പൊക്കും. അപ്പോൾ എന്തായാലും കാത്തിരിക്കാം. ഈ ഭീകര സംഘടനയെ കൂടി, ഈ ഭീകര പാർട്ടിയും കൂടി ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്യണം. ആ ഒരു ദിവസത്തിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.